ഹലോ ഗൈസ്, നമുക്ക് യൂഷ്വലി ജപ്പാനിൽ സ്മൂത്തീസ് കിട്ടുന്ന എല്ലാവർക്കും അറിയാമല്ലോ. ഞാൻ തന്നെ ഇതിൻ്റെ വീഡിയോസ് ഓൾറെഡി ചെയ്ത് ഇട്ടിട്ടുള്ളതാണ്. അതായത് ഓരോ സ്മൂത്തി നമുക്കിതുപോലെ എടുത്തിട്ട് നമുക്ക് 7-Eleven നമുക്ക് തന്നെ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മാച്ച ഡ്രിങ്ക് പ്ലസ് കൂളിഷ് ഐസ്ക്രീമും കൂടെ മിക്സ് ചെയ്തിട്ട് കുടിച്ചു നോക്കാൻ പോവാണ്. ഈ ഒരു കോമ്പിനേഷൻ ഞാൻ ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചതല്ല, പക്ഷേ എനിക്കിത് എൻ്റെ ഫ്രണ്ട് ചെയ്ത് കണ്ടപ്പോൾ എനിക്കും കൂടെ ഇതുപോലെ ചെയ്ത് കുടിക്കണം എന്നൊരു ആഗ്രഹം തോന്നി. അപ്പോൾ അവൾ മേടിച്ച് ഇതുപോലെ കുടിച്ച് കണ്ടപ്പോൾ ഐ ജസ്റ്റ് വാണ്ടഡ് ടു ട്രൈ ദിസ്. അങ്ങനെയാണ് ഞാൻ ഈ ഒരു കോമ്പിനേഷൻ ട്രൈ ചെയ്യുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ബേസിക്കലി ഞാൻ വിചാരിച്ച പോലെ അത്ര വലിയ ബോറൊന്നും അല്ലായിരുന്നു. എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു സ്റ്റാർബക്സിലൊക്കെ പോയിട്ട് മേടിച്ച് കുടിക്കുന്ന പോലെ തന്നെയാണ് എനിക്ക് തോന്നിയത്. ആ ഒരു ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ആ ഒരു പക്ക ഒരു മാച്ചേൻ്റെ ഒരു അത്രയ്ക്ക് അങ്ങോട്ടൊരു കടുപ്പം ഇല്ലാന്നേ ഉള്ളൂ. പക്ഷെ എന്നാലും ഇറ്റ് വാസ് സോ ഗുഡ്. നല്ല റിഫ്രഷിങ് ആയിരുന്നു. നല്ല ചൂടത്ത് കുടിക്കാൻ പറ്റിയൊരു സാധനമായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മൾ യൂഷ്വലി കഫേസിൽ നിന്നൊക്കെ കുടിക്കുന്നേക്കാളും ഇത് രണ്ടും കൂടെ മേടിക്കുമ്പോൾ കുറച്ചൊരു എക്സ്പെൻസീവ് ആകും. അല്ലെങ്കിൽ എനിക്കെന്തായാലും ഭയങ്കര റിഫ്രഷിങ് ആയിരുന്നു. നല്ല ഇഷ്ടപ്പെട്ടു. സോ ദാറ്റ് വാസ് എ ഗുഡ് ഡ്രിങ്ക്. അപ്പോൾ എല്ലാവരും ജപ്പാനിലേക്ക് വരുമ്പോഴത്തേക്കും മാച്ച ഡ്രിങ്ക് ട്രൈ ചെയ്യണമെന്നാണെങ്കിൽ യു ക്യാൻ ജസ്റ്റ് ട്രൈ ആദ്യം ഇങ്ങനെ ഒന്ന്.